ഇവിടെ കൊടുവള്ളി സ്വർണ്ണ വ്യാപാരി സംഘടനയുടെ പ്രതിനിധികൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് വിവരങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ കട അടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു മുത്തമ്പലം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ ഉടനെ കാവിൽ സ്റ്റോപ്പിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു വെള്ളക്കാറിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ ആക്റ്റീവ സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കത്തി കാണിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗോൾഡ് അദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്നിച്ച് ഷോപ്പിൻ്റെ താക്കോലടക്കം ഒന്നിച്ച് അവർ കവർന്നു പോവുക ചെയ്തത്. അപ്പോൾ ബൈജുവിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ബൈജുവിന് കൈക്കും പുറത്തും കാലിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്വർണം കവരുന്നത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കവരുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വർണ്ണ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കൊടുവള്ളി പ്രദേശങ്ങളിൽ ഈ ഒരു പ്രവണത ഇല്ലായിരുന്നു. കാരണം വളരെ സേഫായിട്ട് ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കച്ചവടം ചെയ്ത് വീടുകളിലേക്ക് പോയിട്ട് ഇതുവരെ അങ്ങനെ ഒരു പിടിച്ചുപറിയോ കാര്യങ്ങളോ നടന്നിട്ട് പല സ്ഥലങ്ങളിലും മഞ്ചേരി പോലത്തെ പെരിന്തൽമണ്ണ തിരൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊടുവള്ളിയിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ശക്തമായ രീതിയിലൊരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. സുരക്ഷയുടെ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ തൃപ്തികരമായ രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ കൊടുവള്ളിയിലെ മുഴുവൻ സ്വർണ്ണ വ്യാപാരികളും അതേപോലെ ഞങ്ങളുടെ സ്റ്റേറ്റ് നേതാക്കന്മാരടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നല്ല ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഇത്തരത്തിലുള്ള ഇന്ന് കൂടുതൽ വില വർദ്ധിച്ചൊക്കെ ഒരു സാഹചര്യമാണല്ലോ. അപ്പം ഇതേപോലെ തട്ടിപ്പറിക്കലിനും അക്രമത്തിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് പട്രോളിങ് രാത്രി കാലങ്ങളിൽ ശക്തമാക്കണം. അതേപോലെ ടൗണിൽ പരിസരവും കംപ്ലീറ്റ് ക്യാമറ നിരീക്ഷണത്തിലാണ്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഈ സ്വർണം ഈ വ്യാപാരിയുടെ സ്വർണം പല മേഖലകളിലും സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുടെ സ്വർണമാണ്. അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾക്കൊക്കെ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ ദൂരങ്ങളിലൊക്കെയുള്ള ജ്വല്ലറിക്കാർ ഇയാളെ കയ്യിൽ ഇത് റിപ്പയർ ചെയ്യാനൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അവർ രാത്രി കട അടിച്ചു വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഈ സാധനങ്ങൾ വീടുകളിൽ വന്നിട്ടാണ് ഇവർ കളക്ട് ചെയ്യുക. അപ്പോൾ അവർ അങ്ങനെ റിപ്പയറിന് കൊടുക്കുന്ന ആഭരണങ്ങളും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ കൊടുത്ത സ്വർണ്ണം അടക്കം ബൈജുവിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് തന്നെയാണ് ഇവരുടെയും അഭിപ്രായം. കൂടാതെ ഇങ്ങനെ ഈ രേഷ്മ പറഞ്ഞതുപോലെ നിരന്തരമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് അന്വേഷണം പോലീസ് പട്രോളിംഗ് രാത്രിയിലെ പോലീസ് പട്രോളിംഗ് കൂടുതൽ ഊർജിതമാക്കണം എന്ന് തന്നെയാണ് സ്വർണ്ണ വ്യാപാരി സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. എന്തായാലും പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളുടെ ഒരു CCTV ദൃശ്യമടക്കം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം തൃപ്തികരമെന്നാണ് പോലീസ് സ്വർണ്ണ വ്യാപാരി സംഘടനകൾ പറയുന്നത്. രേഷ്മ, ശരി, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ടു പോവുകയാണ്.